ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹർഷ ബില്ലടിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നാൽ അത് അംഗീകരിക്കാൻ അങ്ങ് ഇന്ദ്രനും സോനക്കും കഴിയില്ല. അപ്പൊ സോന പറയുന്നുണ്ട്, ഞങ്ങൾ മക്കൾ ഇവിടെ ഉള്ളപ്പോൾ നീ എന്തിനാ ഹർഷ ബില്ലടക്കുന്നത്? അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയും, ശരിയാണ്, ഞങ്ങൾ മക്കൾ ബില്ലടിച്ചോളാം, അതുകൊണ്ട് ഹർഷ ആ ബില്ലിങ് തന്നേക്ക് എന്നിങ്ങ് പറയുമ്പോൾ അവിടെ ഹർഷ താൻ എന്ത് ചെയ്യും? ഈശ്വര, ഗോകുല അടച്ച ബില്ല്, ആ ബില്ല് എങ്ങനെ ഇവർക്ക് കാണിക്കാൻ പറ്റും എന്ന പ്രതിസന്ധിയിലാവുമ്പോഴേക്കും അവിടെ സുശീല ഇടപെട്ടു കേട്ടോ. സുശീല പറയണം, ഞാനാണ് ഹർഷയോട് ബില്ലടക്കാൻ പറഞ്ഞത്. അത് കേൾക്കുന്ന ഇന്ദ്രൻ, എന്തിനാ അമ്മ ഞങ്ങളെ ഇങ്ങനെ കൊച്ചാക്കുന്നത്? ഞങ്ങൾ മക്കൾ ഉണ്ടാവുമ്പോൾ അമ്മക്ക് വയ്യാതായാൽ ഞങ്ങളല്ലേ ബില്ലടക്കേണ്ടത്? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എനിക്കിപ്പോ സുഖമില്ലാതായത് ഹർഷയുടെ വീട്ടിൽ നിന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ആ ബില്ല് ഹർഷ അടക്കുകയാണെങ്കിൽ അതിനെ ചൊല്ലി വേറൊരു വഴക്ക് വരില്ല എന്നൊക്കെ സുശീല പറയണം കേട്ടോ. അപ്പൊ ഇത് അംഗീകരിക്കാൻ ഒരിക്കലും ഇന്ദ്രനും സോനക്കും കഴിയില്ല. അവര് പറയണ, അമ്മ ഇതൊന്നും ശരിയാവുന്ന ഒരു പരിപാടിയല്ല. അമ്മ ഈ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? എന്തിനാ ഓരോ ദിവസം ഞങ്ങളെ തരം താഴ്ത്തുന്നത്? അത് കേൾക്കുന്ന ഇന്ദ്രനോട് ഹർഷ പറയണ, അയ്യോ അങ്ങനെയൊന്നും തോന്നണ്ട, ആന്റി ഇപ്പോ എന്നോട് ബില്ലടക്കാൻ പറഞ്ഞു, കുറച്ചു കഴിഞ്ഞാൽ ആന്റിക്ക് നിങ്ങൾ ആ പൈസ എനിക്ക് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെയാവാ എന്ന് പറയട്ടോ. ഈ സമയം സുശീല ഹർഷയെ ഒന്നിങ്ങനെ നോക്കും. അങ്ങനെ എന്തായാലും ഇനിയിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ആ ബില്ലിനെ ചൊല്ലി ഇനി ഇവിടെ ഒരു വഴക്ക് വേണ്ട. ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ ബില്ലടിച്ചോളൂ. അത് കേട്ട സുശീല വീണ്ടും ഹർഷയെ നോക്കാണ്, എന്ത് ഇങ്ങനെ എന്തെങ്കിലും അറ്റാക്കും കാര്യങ്ങളും ഇനിയും വരണമെന്നാ? അപ്പോ ഇതെന്താ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. സോനയാണെങ്കിലോ, ഇതൊന്നും ഒരിക്കലും ശരിയല്ല, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്നിങ്ങനെ സോന പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്ത് കാണാനാണ് ഇന്ദ്രേട്ടാ, നമ്മൾ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇതേ സമയം ചീരു അവിടെ നിന്നിരിക്കുകയാണ്. പിന്നീട് ചീരു നിൽക്കുന്നത് കൊണ്ട് തന്നെ ലതികയുടെ അടുത്തോട്ട് വിനയം ചെല്ലാണ്. എന്താടാ നീ പോയതുപോലെ ചീരുവിന് എൻ്റെ ഒപ്പം ഇല്ലല്ലോ, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ, ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കിട്ടില്ല. ചീരു അവിടെ ചെന്നപ്പോ ചീരുവിന്റെ അച്ഛൻ അവിടെ ഉണ്ടായില്ല, ദയയും ശബരി അവരുടെ വീട്ടിലോട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ. അത് കേട്ട ഉടൻ തന്നെ, എടാ നിനക്കും ചീരുവിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോരായിരുന്നില്ലേ? അതിന് ഞാൻ എന്തേലും പറഞ്ഞ അമ്മ അവള് കേൾക്കും? അവൾ കേൾക്കത്തില്ല, അവളുടേതായ തീരുമാനം അതെടുത്തു, അതില് ഞാൻ എന്ത് പറയാനാണ്? ലതിക ഇത് കേട്ട ഉടൻ തന്നെ, മോനെ വിനയ, നിന്റെ കുബുദ്ധി ഞങ്ങൾക്ക് നന്നായി അറിയാം, നീ എന്തായാലും അവളെ അവിടെ നിർത്തരുതായിരുന്നു. ആ അനന്തമാഷി ഇപ്പോഴാകെ തകർന്നു നിൽക്കുന്ന ഈ സമയത്ത് നീ അത് ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ സുശീല വീട്ടിലോട്ട് കയറി വരികയാണ്. കയറി വന്ന ഉടനെ തന്നെ അത്ര അംഗീകരിക്കാൻ സത്യന് കഴിയില്ല. ബില്ലിന്റെ കാര്യങ്ങളൊക്കെ സത്യന് അറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സുശീല കയറി വന്ന് സത്യനോട് ചോദിക്കുകയാണ്, അമ്മേ ആരോടാണ് നിങ്ങൾ ഈ മത്സരം കാട്ടുന്നത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ മക്കളിൽ നിന്ന് പലതും മറച്ചു വെക്കുന്നത്? എന്ത് തെറ്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തത്? എന്തിനാണ് ഹർഷയോട് ബില്ലടക്കാൻ പറഞ്ഞത്? അത് കേട്ടോടെ തന്നെ, അത് എന്റെ കാര്യമാണ്, ഇനിയും ഇതുപോലെ പല പ്രശ്നങ്ങളും വരും, അപ്പോഴൊക്കെ ഞാൻ ആരോട് ബില്ലടക്കണം ആരോട് ബില്ലടക്കണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് നീ എന്തായാലും ഇതിൽ ഇടപെടണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യനെ അംഗീകരിക്കാൻ കഴിയില്ലട്ടാ. അപ്പൊ സത്യനാണെങ്കിലോ, ഞങ്ങൾ മക്കളുള്ളപ്പോൾ മക്കൾ തന്നെ ബില്ലടക്കണം, ഇതിന് പിറകിൽ എന്തെങ്കിലും ഒരു കളിയുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനം എടുക്കണം കേട്ടോ. ഈ സമയം മാഷും മഞ്ചാടിയും അതുപോലെ ഈ പറയുന്ന മഞ്ചാടിയുടെ ജീവരാജിന്റെ അച്ഛനും കൂടിയിട്ട് ഇങ്ങനെ ആസ്പത്രിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എവിടെയാണ് ജീവൻ എന്ന് പറയുമ്പോൾ മോർച്ചറിയിലുണ്ട്. അഴുകിയ നിലയിലായതുകൊണ്ട് തന്നെ വളരെ മോശമാണ്, എന്തെങ്കിലും ഒരു രേഖകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിളിച്ചു കൊണ്ടുപോകുന്നത്. ഇതേ സമയം മഞ്ചാടി ആകെ തളർന്നിട്ടുണ്ട്, മഞ്ചാടിക്ക് താങ്ങാൻ കഴിയാത്ത അത്രയും വേദനയായിട്ടുണ്ട്. അങ്ങനെ മഞ്ചാടി ആ മോർച്ചറിയിലേക്ക് കിടക്കുകയാണ്. ഇതേ സമയം സെക്യൂരിറ്റി ആ കിടത്തിയിരിക്കുന്ന ആ ഡെഡ് ബോഡി അങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ മഞ്ചാടിയുടെ ബോധം അതോടുകൂടി അങ്ങ് പോവാണേട്ടാ. അത്രയും അഴുകിയ നിലയിലായിരിക്കും. ഇതേ സമയം ജീവരാജാണെങ്കിലോ, ജീവരാജിന്റെ അച്ഛനോട് പോലീസ് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ മകനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ രൂപത്തിലും അതേ ഷേപ്പിലുമുള്ള ആളായതുകൊണ്ട് തന്നെ എൻ്റെ മകനാണോ എന്ന് എനിക്ക് അറിയില്ല, എന്നാൽ അവന്റെ അത്ര ഹൈറ്റും തടിയൊക്കെ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താ എനിക്കറിയില്ല എന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്ന മഞ്ചാടിയും അതേ മാനസികാവസ്ഥയിൽ
തന്നെ ആയി പോവാണ് കേട്ടോ. അങ്ങനെ മഞ്ചാടി ആകെ തളർന്നു വീണിരിക്കുകയാണ്. എന്നാൽ ഈ സമയം സത്യങ്ങൾ ഇങ്ങനെ ദാസിന്റെ ചെവിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ദാസ് ആണെങ്കിലോ എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഗോകുലിനെ കാണണം. അങ്ങനെ ഗോകുലിനെ കാണാൻ വേണ്ടി ദാസ് ചെല്ലുകയാണ്. ഇതേ സമയം ഗോകുലാണെങ്കിലോ എന്താ അങ്കിളെ എന്നെ വിളിപ്പിച്ചത്? അല്ലടാ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, എന്തൊക്കെ ദുരൂഹത തോന്നുന്നു? ഇത്രയും ദിവസത്തിന് ശേഷം ഒരു ഡെഡ് ബോഡി പൊന്തൽ, ഇതൊക്കെ എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ ജീവരാജിന്റെ ആ വെള്ളം മറിഞ്ഞത് എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു. എന്താ അങ്കിൾ ഇതിന്റെ പിറകിൽ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ? ഇപ്പൊ ജീവരാജിന്റെ ഡെഡ് ബോഡി മോർച്ചറി കിടക്കുന്നതെന്ന് പറയുന്നത് പോലെ അങ്കിളിന്റെ കരങ്ങൾ ഇതിലുണ്ടോ എന്ന് പറയുമ്പോൾ ഗോകുലിന്റെ കഴുത്തിനങ്ങ് പിടിക്കണം കേട്ടോ. എന്നിട്ട് എടാ, ഞാൻ അറിഞ്ഞോ അറിയാതെ നിനക്കൊപ്പം ചില ക്രൂരതകൾക്ക് കൂട്ടുനിന്നു. പക്ഷെ ഒരിക്കലും ഒരാളുടെ ജീവൻ എടുക്കാനുള്ള ക്രൂരത ഞാൻ ചെയ്യില്ല. എന്താ അങ്കിളെ ഈ പറയുന്നത്? ജീവരാജിന് പോലീസ് സ്റ്റേഷനിൽ മഞ്ചാടിയെ അങ്കിള് പിടിച്ചു കൊണ്ടുവന്നിട്ടും ജീവരാജിനെ പോലീസ് സ്റ്റേഷനിൽ ഇഞ്ചിഞ്ചായി ഇടി വാങ്ങിക്കൊടുത്ത അങ്കിളല്ലേ? അങ്കിൾ ക്രൂരത ചെയ്യില്ലെന്ന് അങ്കിളെ ഉള്ളതുപോലെ പറഞ്ഞോ? അങ്കിളിനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയുമ്പോൾ ദാസിനങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാ. ദാസ് പറയണേ, ദേ ഗോകുലെ, നീ സച്ചിയുടെ മകനായത് കൊണ്ട് നിന്നെ വെറുതെ വിടുന്നു. ഈ ദാസ് എന്ന് പറയുന്നത് അങ്ങനെ നെറുകെട്ട പ്രവൃത്തികളൊന്നും ഒരിക്കലും ചെയ്യില്ല. എൻ്റെ അണ്ണന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അത് കേട്ട ഉടൻ തന്നെ അത് തന്നെ ഞാൻ പറഞ്ഞത്. അണ്ണന് വേണ്ടി എന്ന് പറയുന്ന അനന്തമാഷിന് വേണ്ടിയല്ലേ? അനന്തമാഷിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പക്ഷേ ഈ പറയുന്ന ജീവൻ എന്ന് പറയുമ്പോഴേക്കും ദേ ഇനി നിന്റെ നാക്കുകൊണ്ട് എന്തെങ്കിലും നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്നും പറഞ്ഞ് ദാസ് അവിടെ നിന്ന് ഇറങ്ങാനായിട്ടാ. അങ്ങനെ ഗോകുല് ദാസിന്റെ നെഞ്ചത്തോട്ട് എല്ലാം ഇടാനുള്ള പരിപാടിയാണ്. എന്നാൽ ഈ സമയം മഞ്ചാടി ആണെങ്കിലോ, അച്ഛ അതെന്റെ ജീവനാണോ? കണ്ടാൽ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ അതെന്റെ ജീവനായിരിക്കുമോ? എനിക്കറിയത്തില്ല അച്ഛ, ഞാൻ എന്താ പറയേണ്ടത്? അപ്പോഴാണ് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ പോലീസ് അത് ജീവനാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ആകെ അഴുകിയ നിലയിലായത് കൊണ്ട് തന്നെ ജീവനാണോ എന്ന് പറയാൻ കഴിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ, എങ്കിൽ ഞാനൊരു കാര്യം പറയാം, ജീവന്റെ DNA ടെസ്റ്റ് നടത്തിയാലോ എന്ന് ആ തീരുമാനം എടുക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ജീവൻ മരിച്ചിട്ടില്ല, ജീവൻ പുറത്തു വരും. ഇതെല്ലാം ഗോകുലിന്റെ കളികളാണ്. ഗോകുലിനെ ഇട്ട് വേദനിപ്പിച്ചല്ലോ മഞ്ചാടി, ആ മഞ്ചാടിക്കുള്ള ശിക്ഷയായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ ചീരു നിൽക്കാൻ വന്നിരിക്കുന്ന ആ സമയത്ത് വിനയൻ ഈ സത്യങ്ങൾ അറിയാണ്. അപ്പോൾ വിനയനോട് ദാസ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്, ഇങ്ങനെ ഒരു അപകടം പറ്റിയിരിക്കുന്നു, അതിൽ മരിച്ചിട്ടുണ്ട്, ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്, അവൻ്റെതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശരീരമാണ് എന്നുള്ള സത്യമൊക്കെ ഇങ്ങനെ ശബരിയോടും മറ്റുള്ളവരോടും പറയാൻ കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഇളകി മറിയുന്ന ആ ഒരു എപ്പിസോഡാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്. തൻ്റെ മക്കൾ ഓരോരുത്തരുടെയും സ്വഭാവം എന്താണെന്നും അതുപോലെ തന്നെ ഇതിന് പിറകിൽ കളിച്ചതെല്ലാം ഗോകുലാണെന്നുള്ള സത്യമൊക്കെ ഇനി വെളിയിൽ വരൂ കേട്ടോ. ഇതേ സമയം സുശീലയാണ് ഇനി കുടുങ്ങാൻ പോകുന്നത്. പോലീസ് ഇനി തെളിവെടുപ്പിന് വരികയും അതുപോലെ തന്നെ ആശുപ പറഞ്ഞത് പ്രകാരം സുശീല പറഞ്ഞിട്ടാണ് ജീവനെ അവിടെ നിന്ന് കൊണ്ടുവന്നത് എന്നുള്ള ആ സത്യമൊക്കെ പാടെ കൂടി ആവുമ്പോൾ സുശീലക്ക് അവിടെ ഉത്തരം മുട്ടി പോകൂട്ടോ. അങ്ങനെ സുശീല ഇനി ജയിലറക്കുള്ളിൽ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഇന്ദ്രൻ കാര്യമായി തന്നെ ഇടപെടും. ഇതിന് പിറകിൽ ആരോ കളിച്ചിട്ടുണ്ട് എന്ന് ഇന്ദ്രൻ പറയും. പക്ഷെ സത്യനാണെങ്കിലോ തൻ്റെ അമ്മ കളിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അമ്മയ്ക്ക് എന്തായാലും കൊടുക്കണം ഇന്ദ്രേട്ടാ. ഇക്കാര്യത്തിൽ ഞാൻ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കില്ല എന്ന തീരുമാനം സത്യനും എടുത്തിട്ടുണ്ടാവും കേട്ടോ.